നമസ്കാരം. സഖ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിലമ്പൂരിലെ സമീക്ഷാ പദ്ധതിക്ക് തുടക്കമായി. കേന്ദ്രമന്ത്രി ശശി തരൂർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. രാജ്യം മുഴുവൻ നിലമ്പൂർ മോഡൽ വ്യാപിപ്പിക്കണമെന്ന മന്ത്രി. മനുഷ്യജീവന് ഭീഷണിയായ കടുവയടക്കമുള്ള മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലണമെന്ന എം.ഐ. ഷാനവാസ് എം.പി. ഗാഡ്ഗിൽ റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം. മനുഷ്യനെ മറക്കുന്ന പ്രകൃതി സ്നേഹം അർത്ഥമില്ലാത്തതെന്നും ഷാനവാസ്. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വണ്ടൂർ ജില്ലാ അസോസിയേഷൻ സംഗമം സമാപിച്ചു. മന്ത്രി ആര്യടൻ സല്യൂട്ട് സ്വീകരിച്ചു. അച്ചടക്കമുള്ള സമൂഹം ലോക സമാധാനത്തിന് അനിവാര്യമെന്ന മന്ത്രി. കൂലി വർധനവ് ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ജീവനക്കാർ ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ പണിമുടക്കും. മോട്ടോർ തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് അനിശ്ചിതകാല പണിമുടക്ക്. വാർത്തകൾ വിശദമായി. തുടർ വിദ്യാഭ്യാസ രംഗത്തെ നിലമ്പൂർ മോഡലിന് തുടക്കമായി. സമീക്ഷാ പദ്ധതി കേന്ദ്ര മാനവ വിഭവശേഷി സഹമന്ത്രി ശശി തരൂർ ഉദ്ഘാടനം ചെയ്തു. സമീക്ഷ രാജ്യം മാതൃകയാക്കേണ്ട പദ്ധതിയെന്ന് തരൂർ. പുതിയൊരു കാലാവസ്ഥ, പുതിയൊരു ഭക്ഷണം, പുതിയ താമസം, പുതിയ രീതി താമസിക്കാൻ എല്ലാം ഇവർക്ക് പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ചെയ്തിട്ട് സഹിച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുന്നത് വലിയ കാര്യമാണ്. ആ കുട്ടികളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അവർ ഈ സ്ഥാനം 4 മാസം കഴിഞ്ഞിട്ട് പോകുമല്ലോ. പക്ഷെ അവർ പോയ ശേഷം കൂടി വർഷങ്ങൾക്ക് അവർ ചെയ്ത ഗുണം. നിലമ്പൂർ ടി.ബിയിലെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തി സമീക്ഷാ പദ്ധതി ഉദ്ഘാടനത്തിനെയും മന്ത്രി തെളിയിച്ചപ്പോൾ അത് നിലമ്പൂരിന്റെ സാംസ്കാരിക പെരുമയിലെ മറ്റൊരു പൊൻതൂവലായി മാറി. നഗരസഭാ പരിധിയിലെ 35 വയസ്സിന് താഴെയുള്ള മുഴുവൻ ആളുകൾക്കും 10ാം ക്ലാസ് തുല്യത നേടിക്കൊടുക്കുന്ന ഈ പദ്ധതി വിപ്ലവകരമായ ഒരു തുടക്കമാണെന്ന് ശശി തരൂർ പറഞ്ഞു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുക വഴി മൊത്തം സമൂഹത്തിന്റെ വളർച്ചയാണ് നടക്കുകയെന്നും വിദ്യാഭ്യാസമില്ലാത്ത യുവത രാജ്യത്തിന്റെ ശാപമാണെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാർക്കും അദ്ദേഹം പദ്ധതിയുടെ കൊടികൾ കൈമാറി. ആര്യടൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. വികസന പദ്ധതികൾ ലക്ഷ്യം കാണണമെങ്കിൽ വിദ്യാഭ്യാസമുള്ള സമൂഹം അനിവാര്യമാണെന്ന് ആര്യടൻ പറഞ്ഞു. പദ്ധതിയിലെ പഠിതാക്കൾക്കുള്ള പാഠപുസ്തക വിതരണോദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. എം.ഐ. ഷാനവാസ് എം.പി. സദ്ഗമയ കൈപ്പുസ്തക വിതരണോദ്ഘാടനം പാലോളി മെഹബൂബിന് നൽകി നിർവഹിച്ചു. തൊഴിൽ പരിശീലനത്തിനുള്ള അപേക്ഷ സ്വീകരിക്കൽ പി.വി. അബ്ദുൽ വഹാബ് നിർവഹിച്ചു. ഐ.ഡി. കാർഡ് വിതരണോദ്ഘാടനം സാക്ഷരതാ മിഷൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ സലീം കരുവമ്പലം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹറ മമ്പാട്, ജില്ലാ കളക്ടർ എം.സി. മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി. പുഷ്പവല്ലി, നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കത്ത് അസ്യ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ എന്നിവർ പ്രസംഗിച്ചു. ആര്യടൻ ഷോക്കത്ത് സ്വാഗതവും അയ്യപ്പൻ നായർ നന്ദിയും പറഞ്ഞു. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിനായി നിലമ്പൂരിലെത്തിയ വിദേശ പ്രതിനിധികളെ തരൂർ ആദരിച്ചു. ട്വിറ്ററിലൂടെ എറിഞ്ഞ നിലമ്പൂർ കോവിലക പെരുമ നേരിട്ടറിയാൻ ശശി തരൂർ കോവിലകത്തെത്തി. സമീക്ഷാ പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് മുന്നറിയിപ്പില്ലാതെ തരൂർ കോവിലകം സന്ദർശിച്ചത്. കഴിഞ്ഞ ദിവസം തരൂരിന് ലഭിച്ച ഒരു ട്വീറ്റാണ് തിരക്കുകൾക്കിടയിലും നിലമ്പൂർ കോവിലകം സന്ദർശിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. കോവിലകം കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് താങ്കൾ നിലമ്പൂർ സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായും കോവിലകത്ത് എത്തണമെന്ന ട്വിറ്ററിൽ തരൂരിനെ അറിയിച്ചത്. സമീക്ഷാ പദ്ധതി ഉദ്ഘാടന ചടങ്ങിനിടെ ഈ കാര്യം അദ്ദേഹം പി.വി. അബ്ദുൽ വഹാബുമായി പങ്കുവച്ചു. പിന്നീട് പരിപാടി കഴിഞ്ഞ് വഹാബും എം.ഐ. ഷാനവാസ് എം.പി., ഇ. മുഹമ്മദ് കുഞ്ഞി എന്നിവരടക്കമുള്ളവരെയും കൂട്ടി നേരെ കോവിലകത്തേക്ക് പോവുകയായിരുന്നു. അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയ ഇപ്പോഴത്തെ കോവിലകം രാജ വിജയവർമ്മ തമ്പ്രാനെ ബൊക്കെ നൽകി അദ്ദേഹം ആദരിച്ചു. അല്പസമയം കോവിലകത്ത് ചിലവഴിച്ച തരൂരിന് ഇതിനിടയിൽ കോവിലകം കുടുംബാംഗം 1950കളിൽ നെഹ്റു കോവിലകം സന്ദർശിച്ചപ്പോൾ എടുത്ത ഗ്രൂപ്പ് ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഉടൻ തന്നെ അദ്ദേഹം അത് മൊബൈലിൽ പകർത്തി. പിന്നീട് കുടുംബാംഗങ്ങൾക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്താണ് അദ്ദേഹം മടങ്ങിയത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായുള്ള തൊഴിൽ സംഗമം നടത്തി. കരുളായി പഞ്ചായത്ത് 9ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സംഗമത്തിൽ 300-ലധികം തൊഴിലാളികൾ പങ്കെടുത്തു. അതുപോലെ ഈ സംഗമത്തിൽ നിങ്ങളുടെ പങ്കാളിത്തമുണ്ട്. അതായത് കുടുംബസംഗമമാകുമ്പോൾ നിങ്ങൾ തന്നെ ഈ സംഗമത്തിന് കൃത്യമായ അനുഭവമാക്കി
കരുളായി പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം പി ഖാലിദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം അലി അക്ബർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം എം എ റസാഖും പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ റഷീദും 100 തൊഴിൽ ദിനം പൂർത്തിയാക്കിയ തൊഴിലാളികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വി പ്രകാശ് ക്ലാസ് എടുത്തു. ബ്ലോക്ക് അംഗം മനോജ് കാരേരൻ, ഫാത്തിമ സലീം, കെ സുന്ദരൻ, ഇ കെ അബ്ദുറഹിമാൻ, ടി പി സിദ്ദീഖ്, നാസർ കക്കോടൻ, ഫസീല എന്നിവർ പ്രസംഗിച്ചു. മനുഷ്യജീവന് ഭീഷണിയായ കടുവയടക്കമുള്ള മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാനുള്ള നിയമനിർമ്മാണം നടത്തേണ്ട സമയം അതിക്രമിച്ചെന്ന് എം എ ഷാനവാസ് എം പി. സമീക്ഷാ പദ്ധതി ഉദ്ഘാടന ചടങ്ങിനെത്തിയ അദ്ദേഹം നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് ഇങ്ങനെ പ്രതികരിച്ചത്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കളയണമെന്നും അദ്ദേഹം പറഞ്ഞു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ സ്വൈരജീവിതത്തിന് ഭീഷണി ഉയർത്തുന്ന മൃഗങ്ങളെ വളർത്തുന്ന നിയമങ്ങൾ രൂപീകരിക്കുന്നതിൽ അർത്ഥമില്ലെന്നും ഗാഡ്ഗിൽ റിപ്പോർട്ട് കേരളത്തിൽ നടപ്പാക്കില്ലെന്നും ഷാനവാസ് പറഞ്ഞു. ഇത് സംബന്ധിച്ച് കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രി ജയന്തി നടരാജൻ തങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അപകടമുണ്ടാക്കുന്ന വന്യമൃഗങ്ങളെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതിനെ വെടിവെച്ച് കൊല്ലുന്ന പുതിയ നിയമം തന്നെ കൊണ്ടുവരണമെന്ന് തന്നെയാണ്. ഇപ്പോൾ ഉള്ള നിയമം പോരാ, അങ്ങനത്തെ നിയമം കൊണ്ടുവന്ന് മനുഷ്യനെ സംരക്ഷിക്കണം. ആറ്റുനോറ്റുണ്ടാക്കുന്ന കൃഷി മുഴുവൻ നശിപ്പിക്കുകയും മനുഷ്യനെ കൊല്ലുന്ന, ഞാൻ പറഞ്ഞ മനുഷ്യനെ കൊല്ലുന്ന എന്നാ പറഞ്ഞത്, അത് അങ്ങനത്തെ മൃഗങ്ങളെ സംരക്ഷിച്ച് മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കേണ്ട ഒരു വലിയ വന്യമൃഗ സ്നേഹമൊന്നും കാണിക്കുന്നതിലൊന്നും അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രാത്രിയാത്രാ നിരോധനം സംബന്ധിച്ച് കർണാടക സർക്കാരിന്റെ നിലപാട് നിരാശാജനകമാണെന്നും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചർച്ച നടത്തി പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും നിഷേധാത്മക നിലപാടാണ് കർണാടക സ്വീകരിച്ചതെന്ന് ഷാനവാസ് പറഞ്ഞു. ചെയ്തിരിക്കുന്നത് കോടതി ചെയ്തു. ഒരു സംസ്ഥാന ഗവൺമെൻറ് പൂർണ്ണമായും നിരോധനത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നു, ഒരു സംസ്ഥാന ഗവൺമെൻറ് നിരോധനത്തിനെതിരായിട്ട് നിൽക്കുന്നു, കോടതിയും നിരോധനത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നു. അതാണ് ഇപ്പോൾ ഉള്ള സ്ഥിതിവിശേഷം. അതിന് സുപ്രീം കോടതിയിൽ പോയി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കണം. അതിന് ഏറ്റവും നല്ല അഭിഭാഷകനെ വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ. ഇനി സുപ്രീം കോടതി മാത്രമാണ് പ്രതീക്ഷയെന്നും രാത്രിയാത്രാ നിരോധനം മലബാർ മേഖലയെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാത്രികാല ഗതാഗത നിരോധനം വയനാട് ജില്ലയെ, മലബാറിനെ, മലപ്പുറം ജില്ലയെ, കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളെ വലുതായിട്ട് ബാധിച്ചിട്ടുണ്ട്. പുതിയ റെയിൽവേ പാതകളിൽ പ്രഥമ പരിഗണനയുള്ളത് നിലമ്പൂർ നഞ്ചൻകൂട് പാതയാണെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി കഴിഞ്ഞ ദിവസം കേരളത്തിൽ എത്തിയപ്പോൾ ഇക്കാര്യം മുഖ്യമന്ത്രി അടക്കമുള്ളവർ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും എം എ ഷാനവാസ് എം പി പറഞ്ഞു. നിലമ്പൂർ നഞ്ചൻകോട് പാതയാണ് കേരള ഗവൺമെൻറ് ഒന്നാമത്തെ ഫസ്റ്റ്. നഞ്ചൻകോട് നിലമ്പൂർ പാതയാണ് ഫസ്റ്റ് ആയിട്ടുള്ള. കോൺഗ്രസിലെ ഗ്രൂപ്പ് പ്രശ്നം തുടക്കം മുതൽ തന്നെയുണ്ടെന്നും ഇനി അത് അവസാനിക്കാൻ പോണില്ലെന്നും പുനഃസംഘടന സംബന്ധിച്ച് അസ്വാരസ്യങ്ങൾ പറഞ്ഞു തീർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിൻ്റെ അകത്ത് ഗ്രൂപ്പും പ്രശ്നങ്ങളും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഗ്രൂപ്പുകളും തർക്കങ്ങളും ഇല്ലാത്ത ഒരു കാലഘട്ടവും കേരളത്തിലെ കോൺഗ്രസിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ല. ഇനി നാളെ തൊട്ട് ഉണ്ടാകാനും പോകുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും 1-2 ജില്ലകളിലുള്ള അസ്വാരസ്യങ്ങൾ ഒരു പാർട്ടി പുനഃസംഘടനയുടെ സ്വാഭാവിക പരിണാമങ്ങളാണ്, സ്വാഭാവിക റിഫ്ലക്ഷൻസാണ്. അത് പരിഹരിച്ച് മുന്നോട്ട് നീങ്ങും. മുസ്ലിം ലീഗ് ഭരണത്തിൽ മേധാവിത്വം കാണിക്കുന്നുവെന്ന ആരോപണം തെറ്റാണെന്നും UDFനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കാൻ മുൻകൈയെടുക്കുന്നത് ലീഗാണെന്നും അദ്ദേഹം പറഞ്ഞു. മേഖലയിലെ വിദ്യാലയങ്ങളിൽ തണൽക്കൂട്ട് പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക യോഗം വണ്ടൂർ ഗേൾസ് സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം വി സുധാകരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ആത്മവിശ്വാസമുള്ള ഒരു തലമുറയെ, സേവന സന്നദ്ധരായ അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് തണൽക്കൂട്ട് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സേവന സന്നദ്ധതയുള്ള വിദ്യാർത്ഥി സമൂഹത്തെ വളർത്തിയെടുക്കാനായി ജില്ലാ പഞ്ചായത്ത് വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് തണൽക്കൂട്ട്. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പോലീസ്, ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹ്യക്ഷേമ വകുപ്പുകൾ, പാലിയേറ്റീവ് കെയർ, NSS യൂണിറ്റ് മുതലായവയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള പ്രത്യേക യോഗമാണ് വണ്ടൂർ ഗേൾസിൽ വെള്ളിയാഴ്ച നടന്നത്. യോഗത്തിൽ വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് അജിത കുതിരടത്ത്, പാണ്ടിക്കാട് പ്രസിഡന്റ് വെള്ളങ്ങര ആബിദ, ടി സുലൈഖ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഉമ്മർ മാസ്റ്റർ പദ്ധതി വിശദീകരിച്ചു. ടി സുലൈഖ, എം റഹ്മത്തുള്ള, വണ്ടൂർ ഗേൾസ് പ്രധാനാധ്യാപിക KV ജമീല തുടങ്ങിയവർ പങ്കെടുത്തു.
കെ സെയ്ദ് മത്സ്യകൃഷി രംഗത്തെ ബ്രാൻഡ് അംബാസിഡർ പദവിക്ക് അർഹനാണെന്ന് ടൂറിസം മന്ത്രി എ പി അനിൽകുമാർ. വാണിയമ്പലം KKS നഴ്സറിയിലെ ഈ വർഷത്തെ മത്സ്യക്കൊയ്ത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആമുഖമായി തന്നെ പറയട്ടെ, അടുത്ത പ്രാവശ്യം നമുക്ക് കേരളത്തിന്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ തന്നെ ഈ ഒരു ചടങ്ങിനെ കൊണ്ടുവരണം. തീർച്ചയായിട്ടും ഞാനതിനെ ശ്രമിക്കും എന്ന് പറയുകയാണ്. കാരണം ഇത് നമുക്കൊക്കെ അറിവുള്ള കാര്യമാണ്. നേതാജിയെക്കുറിച്ച് നമുക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഞാൻ ഫിഷറീസ് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചു, ഇതുപോലെ മലപ്പുറം ജില്ലയിൽ വേറെ ഇതുപോലെ മത്സ്യകൃഷി നടത്തുന്ന മത്സ്യകൃഷി രംഗത്ത് കഴിഞ്ഞ വർഷം ജില്ലയിലെ മികച്ച കർഷകനായും സംസ്ഥാനത്തെ മികച്ച കർഷകരിൽ ഒരാളായി കെ സെയ്ദിനെ തിരഞ്ഞെടുത്തിരുന്നു. വീടിന് സമീപം പാട്ടത്തിനെടുത്ത 5 ഏക്കർ സ്ഥലത്താണ് സെയ്ദ് മത്സ്യകൃഷി നടത്തുന്നത്. KKS നഴ്സറി പ്രദേശത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം വി സുധാകരൻ, വണ്ടൂർ CI മൂസ വള്ളിക്കാടൻ, SI മനോജ് പറയട്ട, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KK സനീഷ് കുമാർ, സോണൽ ഫിഷറീസ് ഇൻസ്പെക്ടർ C ആഷിഖ് ബാബു, ഷൈജുൽ എടപ്പറ്റ, VAK തങ്ങൾ, KK മുബാറക്, KC കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. വിളവെടുപ്പ് വരും ദിവസങ്ങളിലും തുടരും. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വണ്ടൂർ ജില്ലാ അസോസിയേഷൻ സംഗമം സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യടൻ മുഹമ്മദ് സല്യൂട്ട് സ്വീകരിച്ചു. അതുപോലുള്ള കാര്യങ്ങൾ അവരുടെ സ്കില്ല് ഡെവലപ്മെന്റ് കൂടി അതിന്റെ ഫലമായി വളർച്ചയുണ്ടാവുന്നുണ്ട്. അത് ഒരു പൗരനെ വാർത്തെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഉദ്ദേശം. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ നടന്ന സംഗമത്തിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. അച്ചടക്കമുള്ള ഒരു സമൂഹം വളർന്നാൽ മാത്രമേ ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ എന്നും ഈ സംഗമം ഇതിന് ഉപകരിക്കുമെന്നും മന്ത്രി ആര്യടൻ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി, PB ജോഷി, കൃഷ്ണേദോ, PG ജോർജ് എന്നിവർ സംസാരിച്ചു. തൊഴിലാളി വർഗ നേതാവായിരുന്ന K ബാപ്പുയേട്ടന്റെ 4ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വണ്ടൂരിൽ അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു. DYFI സംസ്ഥാന പ്രസിഡന്റ് M സ്വരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി വണ്ടൂർ പഴയ പഞ്ചായത്ത് പരിസരത്താണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. കർഷക തൊഴിലാളി സംസ്ഥാന കമ്മിറ്റി അംഗം RP ഭാസ്കരക്കുറുപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. TK ബഷീർ, വണ്ടൂർ ഏരിയ സെക്രട്ടറി രാധാകൃഷ്ണൻ, N കണ്ണൻ, J ക്ലീറ്റസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ചാലിയാറിലെ എടവണ്ണ കടവിനെ മലിനമാക്കി മനുഷ്യ വിസർജ്യവും പാഴ്വസ്തുക്കളും പുഴയിൽ തള്ളുന്നു. 100 കണക്കിന് കുടുംബങ്ങളുടെ കുടിവെള്ളമാണ് ഇതിലൂടെ മലിനമാക്കുന്നത്. എടവണ്ണ സീതിഹാജി പാലത്തിന് സമീപമുള്ള പഴയ പമ്പ് ഹൗസിനോട് ചേർന്ന എടവണ്ണ കടവിലാണ് മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ മദ്യക്കുപ്പികളും കുമിഞ്ഞു കൂടി കിടക്കുകയാണ്. കൂടാതെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ 100 കണക്കിന് പ്രദേശവാസികൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഈ കടവിൽ മനുഷ്യവിസർജ്യം കൊണ്ട് കടവിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. മദ്യക്കുപ്പികൾ പൊട്ടിച്ചിട്ടും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. സന്ധ്യാസമയങ്ങളിൽ ഇവിടം മദ്യപന്മാരുടെ വിളയാട്ട ഭൂമിയായി മാറിയിരിക്കുകയാണ്. കൂടാതെ എടവണ്ണയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നെത്തുന്ന മലിനജലവും കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ചാലിയാറിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മുൻപ് പലതവണ ജനകീയ സമിതി അധികൃതരെ സമീപിച്ചിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. ഇല്ല ഇവിടെ അന്യ തൊഴിലാളികളും മറ്റുള്ള ആൾക്കാരും വന്നിട്ടാണ് ഇവിടെ ശരിക്ക് ഈ പാറ, പണ്ട് തീർത്ഥപ്പാറ എന്ന് പറഞ്ഞാൽ ആ പാറയാണത്, ഇവിടെ നിന്നാണ്ട് മാലിന്യം വിസർജനം ചെയ്യുന്നത്. എന്നാൽ ഇതുവരെ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. എടവണ്ണ പഞ്ചായത്തിലും ആരോഗ്യ വകുപ്പിലും പോലീസ് സ്റ്റേഷനിലും പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. എടവണ്ണയ്ക്ക് സ്വന്തമായൊരു MLA ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പോലും ഇത്തരം പ്രശ്നങ്ങൾ പെടുന്നില്ലെന്നാണ് ആക്ഷേപം. എടവണ്ണയിലെ മാലിന്യ സംസ്കരണത്തിന് പരിഹാരം കാണുന്നതിനും ചാലിയാറിനെ സംരക്ഷിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. മനുഷ്യവിസർജ്യം ഉൾപ്പെടെയുള്ളവ മാലിന്യങ്ങൾ മഴവെള്ളത്തിലൂടെ ഒലിച്ചിറങ്ങുന്നത് കുടിവെള്ളത്തിനായി സ്ഥാപിച്ചിട്ടുള്ള മോട്ടോറിന്റെ സമീപത്താണ്. എടവണ്ണയ്ക്ക് സ്വന്തമായി പൊതു കക്കൂസ് ഇല്ലാത്തതാണ് പ്രധാന കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ബസ് സ്റ്റാൻഡിലുള്ള കക്കൂസ് ഉപയോഗശൂന്യമായതോടെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ യാത്രക്കാരും അഭയം പ്രാപിക്കുന്നത് ചാലിയാറിന്റെ തീരത്തെയാണ്. ഇത് വെള്ളം മലിനമാകുന്നതിന് കാരണമാകുന്നു. അതിനാൽ തന്നെ നദീജലത്തിന്റെ നിറവ്യത്യാസവും അനുഭവപ്പെടുന്നുണ്ട്. ചാലിയാറിൽ കോളിഫോം ബാക്ടീരിയയുടെ അംശം കണ്ടെത്തിയിട്ടുള്ളതാണ്. ഇത് പലതരം മാരക രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ കുടിവെള്ളത്തിന് പോലും ക്ഷാമം നേരിടുന്ന ഈ വേളയിൽ മാറാരോഗം മൂലം പൊറുതിമുട്ടുന്ന ജനങ്ങളെയും കാണേണ്ടി വന്നേക്കാം.
അമൽ കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. യോഗം PM ഉസ്മാൻ അലി ഉദ്ഘാടനം ചെയ്തു. വിവിധ വകുപ്പ് മേധാവികളായ TH ഷമീർ ബാബു, PM അബ്ദുൾ ഷാക്കിർ, അബ്ബാസ് വട്ടോളി, CH അലി ജാഫർ എന്നിവർ സംസാരിച്ചു. കോർഡിനേറ്ററായി അബ്ബാസ് വട്ടോളിയെയും ജനറൽ കൺവീനറായി T മുഹമ്മദ് ഷഫീഖിനെയും തിരഞ്ഞെടുത്തു. SSF SYS തൃക്കലങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും മർക്കസ് സമ്മേളന പ്രചരണവും കാരക്കുന്നിൽ നടന്നു. ഓഫീസ് ഉദ്ഘാടനം സമസ്ത മുശാവറ അംഗം മഞ്ഞപ്പറ്റ ഹംസ മുസ്ലിയാർ നിർവഹിച്ചു. M അലി സഖാഫി അധ്യക്ഷത വഹിച്ചു. കൗസർ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഇബ്രാഹിം ഫൈസി, ഹസൈനാർ സഖാഫി, സുലൈമാൻ സഹദി, യൂസുഫ് പെരുമ്പലം എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തിൽ പഞ്ചായത്തിൽ നിർധനരായ കുടുംബങ്ങൾക്കുള്ള ധനസഹായം വിതരണം നടത്തി. കത്തുന്ന വെയിലിലും സമരാവേശം ചോരാതെ CPM ഭൂസമരം 6ാം ദിവസവും പിന്നിട്ടു. അമരമ്പലം പാലാമടത്താണ് അവകാശ സമരത്തിന്റെ ആവേശവുമായി പ്രവർത്തകർ സമരം നടത്തുന്നത്. ഭൂസംരക്ഷണ സമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അത്താണിക്കൽ പാലേമടത്ത് മിച്ചഭൂമിയിൽ കൊടിനാട്ടിയാണ് സമരം നടത്തുന്നത്. ശനിയാഴ്ച നടന്ന സമര പരിപാടികൾക്ക് CPM ഏരിയ സെക്രട്ടറി P രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് T രവീന്ദ്രൻ, N കണ്ണൻ, പനോലൻ കുഞ്ഞുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. 11-ാം തീയതിക്ക് സമരത്തിന്റെ രീതി മാറുമെന്നും കുടിൽ കെട്ടി സമരം ചെയ്യുമെന്നും CPM ഏരിയ സെക്രട്ടറി P രാധാകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിൽ നിലവിൽ സർക്കാർ ഏറ്റെടുക്കേണ്ടുന്ന 1 ലക്ഷം ഹെക്ടർ മിച്ചഭൂമി ഏറ്റെടുത്ത് 3,86,000-ത്തിലധികം വരുന്ന ഭൂരഹിത ഭവനരഹിതരായ ആളുകൾക്ക് പതിച്ചു കൊടുക്കുന്നത് വരെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ സമരത്തിന് വലിയ തോതിലുള്ള പിന്തുണയാണ് ജനങ്ങളിൽ നിന്ന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ ഇപ്പോൾ ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും ഓരോ ദിവസവും ഓരോരുത്തർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ ഒരു വലിയ ജനകീയ സമരമായി ഈ സമരം മുന്നോട്ട് പോകുക. കരുവാരക്കുണ്ടിലെ നന്മ സ്റ്റോർ ഉദ്ഘാടനം മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. പുന്നക്കാട് ടൗണിലാണ് പുതിയ നന്മ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത്. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾക്ക് ഗ്രാമീണ മേഖലയിലുള്ള ഇത്തരം സ്റ്റോറുകളാണ് ഒരു പരിധിവരെയെങ്കിലും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാരിനെ സഹായിക്കുന്നതെന്ന് നന്മ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് AP അനിൽകുമാർ പറഞ്ഞു. ഇന്ദിരാഗാന്ധി എംപ്ലോയീസ് ബാങ്ക് പ്രസിഡന്റ് V ഉമ്മർകോയ അധ്യക്ഷത വഹിച്ചു. M അലവി, V സതീഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M വിജയകുമാർ, ഹമീദ് ഹാജി, NK അബ്ദുറഹിമാൻ, രാഹുൽനാഥ് എന്നിവർ സംസാരിച്ചു. ഒതായിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രചരണ കൺവെൻഷൻ നടത്തി. തിരൂരിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണ കൺവെൻഷനാണ് നടന്നത്. ഒതായി എടപ്പറ്റ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി അബ്ദുൽ നാസർ അരീക്കോട് ഉദ്ഘാടനം ചെയ്തു. KVVES ഒതായി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജുനൈസ് കാഞ്ഞിരാല അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എടപ്പറ്റ ഇബ്രാഹിം ഹാജി, CT ഷൗക്കത്ത് അലി, AP ഷൗക്കത്ത് അലി, CT ലത്തീഫ്, മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ ചാലിയാർ, CT ലത്തീഫ്, മണ്ഡലം ജനറൽ സെക്രട്ടറി അൽമോയ റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. U കുഞ്ഞു മുഹമ്മദ് സ്വാഗതവും CTA റസാഖ് നന്ദിയും പറഞ്ഞു. ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ബസ് തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് നടത്തും. കൂലി വർധനവ് ആവശ്യപ്പെട്ടാണ് മോട്ടോർ തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പണിമുടക്കുന്നത്. CITU, INTUC, BMS, AITUC, STUHMS, TUCI, UTUC എന്നീ സംഘടനകളാണ് പണിമുടക്കിലുള്ളത്. ഡിസംബർ 29 മുതൽ നടത്താൻ തീരുമാനിച്ച അനിശ്ചിതകാല പണിമുടക്ക് ചർച്ചയ്ക്കും മന്ത്രിയുടെ ഇടപെടലുമായാണ് ജനുവരി 7 മാറ്റിയത്. എന്നാൽ ശനിയാഴ്ച നടന്ന ചർച്ച പരാജയപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് 6 അർദ്ധരാത്രി മുതൽ തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങുന്നതെന്നും സമിതി വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂരിലെ സമീക്ഷാ പദ്ധതിക്ക് തുടക്കമായി. കേന്ദ്രമന്ത്രി ശശി തരൂർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. രാജ്യം മുഴുവൻ നിലമ്പൂർ മോഡൽ വ്യാപിപ്പിക്കണമെന്ന മന്ത്രി. മനുഷ്യജീവന് ഭീഷണിയായ കടുവയടക്കമുള്ള മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലണമെന്ന MI ഷാനവാസ് MP. ഗാഡ്ഗിൽ റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം. മനുഷ്യനെ മറക്കുന്ന പ്രകൃതി സ്നേഹം അർത്ഥമില്ലാത്തതെന്നും ഷാനവാസ്.
ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വണ്ടൂർ ജില്ലാ അസോസിയേഷൻ സംഗമം സമാപിച്ചു. മന്ത്രി ആര്യടൻ സല്യൂട്ട് സ്വീകരിച്ചു. അച്ചടക്കമുള്ള സമൂഹം ലോക സമാധാനത്തിന് അനിവാര്യമെന്ന മന്ത്രി. കൂലി വർധനവ് ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ജീവനക്കാർ ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ പണിമുടക്കും. മോട്ടോർ തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് അനിശ്ചിതകാല പണിമുടക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.